അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അലി. അയ്യൂബ് എന്ന യുക്തിവാദി വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല എന്നത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് നിലവിലൊരു യൂട്യൂബിലുമൊക്കെ ഭയങ്കര ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അപ്പോൾ പല നിലക്കും നിച്ചിൻ്റെ അക്ബർ സാഹിബുമായിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ അതിന് ഒരു ഇത് നടക്കുന്നത്. എന്താണ് അതിൻ്റെ യഥാർത്ഥ വശം എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. പരിശുദ്ധ ഖുർആനിലെ ഒരബദ്ധം അയ്യൂബ് മൗലവി എന്ന് പറയുന്ന ഒരു യുക്തിവാദി കണ്ടുപിടിച്ചിരിക്കുന്നു. അദ്ദേഹം അതുകൊണ്ട് ഖുർആൻ ദൈവികമല്ല എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? നമ്മളെ വെല്ലുവിളിക്കുന്നു എന്നെല്ലാം പറയുന്നത്. യഥാർത്ഥത്തിൽ ഹദീസ് നിഷേധത്തിലൂടെ ഖുർആൻ നിഷേധത്തിലെത്തിയ ഒരു യുക്തിവാദിയാണ് അയ്യൂബ് മൗലവി എന്ന് പറയുന്ന പള്ളി ദർസിൽ പഠിച്ചിട്ടുള്ള വ്യക്തി. പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളിൽ അതിൽ ഇസ്ലാമിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചതിൻ്റെ ഫലമായി ലോകത്തെങ്ങുമുള്ള ഇസ്ലാം വിരുദ്ധർ പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിലിത് യഥാർത്ഥത്തിൽ ഇൽമുൽ ഫറാഇൽ എന്ന് പറഞ്ഞാൽ, അഥവാ അനന്തരാവകാശ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ വലിയൊരു സയൻസാണത്. അത് ഏതെങ്കിലും ഒരു വശത്തു നിന്ന് എടുത്തിട്ട് ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നത് പ്രയാസകരമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ചില ചർച്ചകളുള്ള വിഷയങ്ങൾ അതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക മാത്രമാണ് ഈ വ്യക്തി ചെയ്തിട്ടുള്ളത്. ഇൽമുൽ ഫറായിദ് എന്ന് പറയുന്ന ഈ അനന്തരാവകാശ നിയമം അത് പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിലെ ഏതാനും സൂക്തങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഈ സൂക്തങ്ങളിൽ പൂർണ്ണമല്ല, ഹദീത്തുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടികളിലുമെല്ലാമാണ് അതിൻ്റെ പൂർണ്ണത നമുക്ക് കാണുക. ഇത് ഈ ഖുർആനിൽ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായ ചില മോഡലുകളാണ്. ആ മോഡലുകളെ കൂട്ടിക്കെട്ടിയിട്ടാണ് ആ ഖുർആനിൽ അബദ്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൽ യാതൊരു അർത്ഥമില്ല. ഫറായിദ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊരു ബേസുമില്ല എന്ന് മനസ്സിലാകും. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം കുറച്ച് സങ്കീർണമാണ്. സങ്കീർണമാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ആളുകളുടെ വ്യത്യാസം അനുസരിച്ചുള്ള പങ്ക് കൂടുകയും കുറയുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തിൽ ഒന്നാമത് ഈ മരിച്ച വ്യക്തിക്ക് എന്തെങ്കിലും വസിയ്യത്തുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത് അനന്തരാവകാശികളായി വരുന്നത് നേർക്കുനേരെയുള്ള ആദ്യത്തെ അവകാശികൾ അവരുടെ ഇണകളും അതോടൊപ്പം തന്നെ മാതാപിതാക്കളുമാണ്. മൂന്നാമതായി വരുന്ന അവകാശികൾ, നേർക്കുനേരെയുള്ള അവകാശികൾ അവരുടെ മക്കളാണ്, ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. നാലാമതായി വരുന്ന അവകാശികൾ അവരുടെ സഹോദരങ്ങളാണ്. സഹോദരി വരും, സഹോദരനും വരും. ഇതെല്ലാം വരുന്നത് ഓരോരുത്തരും ഇല്ലാതെയാകുന്നതിനനുസരിച്ച് ഇതിനെല്ലാം വ്യത്യാസം വരും. ഇപ്പോൾ ഒരാൾക്ക് അയാൾ മരണപ്പെടുമ്പോൾ അയാൾക്ക് ഭാര്യയുണ്ട്, ആൺകുട്ടിയുണ്ട്, എന്നാൽ പിന്നെ ഉമ്മയുമുണ്ട്, ഉപ്പയുമുണ്ട് എന്ന് വിചാരിക്കുക. ഈ സമയത്ത് ഉമ്മാക്കും ഉപ്പാക്കുമുള്ള ഓഹരിയും ആ ആൺകുട്ടിക്ക് പകരം പെൺകുട്ടിയാകുമ്പോഴുള്ള ഓഹരിയും വ്യത്യാസം ഉണ്ടാകും. ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഉണ്ടെങ്കിൽ ഉമ്മാക്കും ഉപ്പാക്കുള്ള ഓഹരി വ്യത്യാസം ഉണ്ടാകും. ആൾക്ക് ഭാര്യ അല്ലെങ്കിൽ അതിൻ്റെ ഓഹരി വ്യത്യാസം ഉണ്ടാകും. ഈ വ്യത്യാസങ്ങളെ, അതിൻ്റെ ഈ അടിസ്ഥാനങ്ങളെ ചില മോഡലുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഖുർആനിലെ മോഡലുകൾ അതിൽ നിന്നിങ്ങോട്ട് എടുത്തിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 11-ാമത്തെ വചനം. ഖുർആനിലെ സൂറത്ത് നിസായിലെ 11-ാമത്തെ വചനത്തിൽ പറയുന്നൊരു മോഡൽ, ഒരാൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അയാൾക്ക് പെൺകുട്ടികളും മാതാപിതാക്കളും മാത്രമുള്ള ഒരവസ്ഥയുണ്ടാകുന്നു. ഈ സന്ദർഭത്തിലുള്ളൊരു മോഡൽ. ആ മോഡല് പറയുമ്പോൾ യഥാർത്ഥത്തിൽ
ആ മോഡലിൽ അവർക്ക് അനന്തരാവകാശിയായിട്ട് ഇവർ മാത്രമേ ഉള്ളൂ. ആ മോഡലിൽ അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്, മാതാപിതാക്കളുടെ ഓഹരി പറയുന്നു, അതേപോലെ തന്നെ മറ്റവരുടെ ഓഹരി പറയുന്നു, 2/3 1/3 പറയുന്നു. അതാവുമ്പോൾ എന്തുണ്ട്, ഒന്ന് വീതിച്ചിട്ട് ഈ രണ്ടും വീതിച്ച് കൊടുക്കും. ഖുർആനിലെ ഇതേ 4-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനത്തിൽ മറ്റൊരു മോഡൽ പറയാണ്. ആ മോഡൽ എന്താണ്, ഭാര്യയുണ്ട്. ഭാര്യയുണ്ടെങ്കിലോ ആ ഭാര്യയ്ക്ക് 1/8 ഉണ്ടാകും. ഇയാൾ ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് മരിച്ചു പോകുന്ന ഇയാൾക്ക് 2 പെൺകുട്ടികളും ഉമ്മയും അതോടൊപ്പം ഭാര്യയും ഉണ്ടെങ്കിൽ അപ്പൊ എന്തുണ്ട്, 1/3 + 2/3 + 1/8. അപ്പോൾ എന്ത് വേണം, വേറെ എവിടെന്നെങ്കിലും സ്വത്ത് വാങ്ങണം എന്നാണ് ഇവർ പറയണത്. ഇതാണ് ഒരു മോഡലിൽ വേറൊന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം. ഒന്നാമത്തെ മോഡൽ ഞാൻ പറഞ്ഞതുപോലെ ഈ 2 പെൺകുട്ടികളും അതോടൊപ്പം തന്നെ മാതാവും മാത്രം ജീവിച്ചിരിക്കുന്ന, മാതാപിതാക്കളും മാത്രം ജീവിച്ചിരിക്കുന്ന ഒരവസ്ഥ. ആ മോഡൽ പറയുമ്പോൾ ആ മോഡലിൻ്റെ അകത്ത് മാത്രമാണുള്ളത്, അവിടെ വേറെ ആരുമില്ല. പിന്നെ അവിടെ ഭാര്യ വരികയാണെങ്കിലോ അവിടെ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതാണ് അദ്ദേഹം മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. അവിടെ ഭാര്യ വരികയാണെങ്കിൽ ഇസ്ലാമിക അനന്തരാവകാശ നിയമപ്രകാരം 2 രൂപങ്ങളുണ്ട്. ഒന്ന്, നേർക്ക് നേരെയുള്ള അനന്തരാവകാശം, ഖുർആൻ പറഞ്ഞ അതേ ക്രമം പാലിക്കുക എന്നത്. രണ്ടാമത്തേത്, ആ ക്രമത്തിനെതിരെ വരുന്ന സംഗതികളിൽ ഔല് എന്നൊരു നിയമമുണ്ട്. ഔല് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന മോഡലിൽ, അഥവാ 2/3 1/3 ആണുള്ളത്. ഇവിടെ 2/3 1/3 ഉള്ളിടത്ത് അത്തരം അതേ ഒരു മോഡലിൽ 1/8 എന്ന് പറയുന്ന ഭാര്യ കൂടി വരുന്നു. അപ്പം എന്ത് വരണം, ഈ 1/8 എന്നുള്ള ഭാര്യ കൂടി ഈ മോഡലിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഔല് എന്ന് പറയും. ഔല് എന്ന് പറഞ്ഞാൽ ഈ കുറവ് ഇവരിൽ നിന്ന് 2 പേരിൽ നിന്നുമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അഥവാ ഇത് 3 കൂട്ടിയാൽ 1 വരുന്ന രൂപത്തിൽ തന്നെ ഛേദത്തിൽ വ്യത്യാസപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനാണ് ഔല് എന്ന് പറയാം. ഇവർക്ക് കിട്ടേണ്ട 1/8 ഇവരിൽ 2 പേരിൽ നിന്നുമായി എടുത്തിട്ട് ഛേദത്തിൽ വ്യത്യാസപ്പെടുത്തിയിട്ട് ഒന്നിച്ചതാക്കുക. അതിനാണ് ഔല് എന്ന് പറയാം. ഇതാണ് ഒന്നാമത്തെ ഈ രംഗത്തുള്ള അഭിപ്രായം. ഇതാണ് പൊതുവെ മുസ്ലിം പണ്ഡിതന്മാർ സ്വീകരിച്ചു പോന്നിട്ടുള്ള സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായം. ഇതേ സമയം ഇതേ സംഗതിക്ക് തന്നെ അദ്ദേഹം പറയുന്ന രൂപത്തിൽ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതല്ലാത്ത മോഡലും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൻ്റെ നേർക്ക് നേരെയുള്ള വ്യാഖ്യാനം പഠിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നേരെ മുൻപുള്ള ഒരു രീതിയാണ്. അഥവാ മക്കൾ മാത്രമുള്ള ഒരു ഭാര്യയും മക്കളും മാത്രമുള്ള ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, അയാളുടെ സ്വത്ത് ആദ്യം ഭാര്യക്കുള്ള 1/8 മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് മക്കൾക്ക് വീതിക്കേണ്ടത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വീതിക്കേണ്ടത് ബാക്കിയാണ്. ഈ രൂപത്തിൽ തന്നെ ഇവിടെയും 1/8 എന്ന് ആഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ 1/8 എന്ന് പറയുന്ന ഭാര്യയ്ക്ക് വേണ്ടിയുള്ളത് മാറ്റിവെച്ചിട്ട് ബാക്കിയുടെ 2/3 1/3 കൊടുക്കേണ്ടത് എന്നൊരു അഭിപ്രായം ഇബ്നു അബ്ബാസിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് രണ്ടും മുസ്ലിം പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം. രണ്ടിലും ഒരു മാത്തമാറ്റിക്കൽ എററുമില്ല. പറയുന്നത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു എററുമില്ല, ഒരു പ്രശ്നമില്ല. അതേസമയം ഒരു മോഡലിൻ്റെ അകത്തേക്ക് വേറൊരു മോഡലിലുള്ള ഒരു സംഗതി കൊണ്ടുവന്നിട്ട് അത് ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം. ഖുർആനിൽ 4-ാം അധ്യായം സൂറത്തുൻ നിസാഇലെ 11-ാമത്തെ വചനത്തിൽ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞതുപോലെ മാതാപിതാക്കളും പെൺകുട്ടികളും മാത്രമുള്ള ഇയാളുടെ വിഷയമാണ്. അവിടെ ഭാര്യ അതിലേക്ക് ആ മോഡലിലേക്ക് കടന്നു വരുന്നില്ല. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇതേ മോഡലാണ്. ആണാണ് പെണ്ണാണ് മരണപ്പെടുന്നതെങ്കിൽ ഇതേ മോഡലാണ്, സെയിം മോഡലാണ്. അവിടെ അടുത്ത മോഡൽ ഭാര്യയുമായി ബന്ധപ്പെട്ടതാണ്. 12-ാമത്തെ വചനം. അതിൽ ഭാര്യക്കുള്ള 1/8 ഉണ്ട്. ഇവിടേക്ക് ഈ 1/8 കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം എന്ത് പറയുന്നത്, ഖുർആനിൽ അബദ്ധമുണ്ട്, മാത്തമാറ്റിക്കൽ എറർ ഉണ്ട് എന്ന് പറയുന്നത്. അതിൽ അടിസ്ഥാനമില്ല. അത് സംഗതി മനസ്സിലാകാത്ത ഒരാൾക്ക് ഈ 2 വചനങ്ങൾ കൂടി ഒന്നിച്ചു വായിച്ചിട്ട് പറയുമ്പോൾ എന്തുണ്ട്, 2/3 + 1/3 + 1/8 = 1 എന്നാണ് ഖുർആൻ പറയുന്നത് എന്ന് ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഒരബദ്ധവുമില്ല. ഇത് അനന്തരാവകാശമാണെന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സങ്കീർണമായ ഗണിതക്രിയകളുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാകാൻ പ്രയാസം ഉണ്ടാകും. ഇതാണ് അതിൻ്റെ വസ്തുത എന്ന് മനസ്സിലാക്കുക. ഖുർആനിൽ ഓരോ വചനങ്ങളിലും പറയുന്ന മോഡലുകൾ, ആ മോഡലുകളിൽ
ആ മോഡലുകൾ സ്വയം സമ്പൂർണ്ണമായിരിക്കും, അതിലൊരു മാത്തമാറ്റിക്കൽ എറർ ഉണ്ടാവില്ല. അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും അത് എററല്ല, ആ ആഡ് ചെയ്യുന്നതിൻ്റെ സ്വാഭാവികതയാണ്. ആഡ് ചെയ്യുമ്പോൾ അത് ഇവരിൽ നിന്ന് ഒന്നിച്ച് എടുക്കേണ്ടി വരും. അതിനാണ് ഔൽ എന്ന് പറയുക. അത് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൽ തന്നെയുള്ളതാണ്, ഈ അനന്തരാവകാശ നിയമത്തിൽ തന്നെയുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു അബദ്ധമില്ല. ഖുർആൻ മനസ്സിലാക്കാതെ ആരൊക്കെയോ പറഞ്ഞതിൽ നിന്ന് ഖുർആൻ മനസ്സിലാക്കുകയും ഞാൻ എന്തെങ്കിലും വിചാരിച്ചാൽ പള്ളി ദർസിലെ സ്വാഭാവികമായും ഈ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം കണ്ടപ്പോൾ ഇസ്ലാമിനെതിരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആയുധപാട് എന്ന് വിചാരിക്കുകയും ചെയ്ത ചെറുപ്പമാണ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ളത്. അദ്ദേഹം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനത്തെ വിഡ്ഢിത്തം പറയുമായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഖുർആനുമായി ബന്ധപ്പെട്ട ഏത് വിമർശനമാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഏത് വിമർശനമാകട്ടെ, ഇതാണ് കോലം. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായി തോന്നും. ആ വിഷയം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ആ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അനന്തരാവകാശ നിയമങ്ങളുടെ അടിത്തറ, ഔലിൻ്റെ നിയമം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ലത്. അത് ഒരു അടിസ്ഥാനപരമായി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് ഖുർആനിൻ്റെ അമാനുഷികതയ്ക്ക് തെളിവാണെന്നാണ് നമുക്ക് മനസ്സിലാവുക. യഥാർത്ഥത്തിൽ നിങ്ങൾ ഖുർആനിൻ്റെ അനന്തരാവകാശ നിയമം മാത്രമെടുത്ത് പരിശോധിച്ചാൽ ഇത്രയധികം ശാസ്ത്രീയവും ഇത്രയധികം കൃത്യവും കണിശവുമായ മറ്റൊരു നിയമ സംഹിതാ രംഗത്തില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് വെറും അവകാശത്തെക്കുറിച്ചല്ല ഖുർആനിലെ അനന്തരാവകാശ നിയമങ്ങൾ പറയുന്നത്, മറിച്ച് അവകാശത്തോടൊപ്പം തന്നെ ഉത്തരവാദിത്വവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആൺകുട്ടി മാത്രം ഉണ്ടാകുമ്പോഴും പെൺകുട്ടി മാത്രം ഉണ്ടാകുമ്പോഴും വ്യത്യാസപ്പെടുന്നു പറഞ്ഞില്ലേ. പെൺകുട്ടി മാത്രം ഉണ്ടാകുമ്പോൾ വ്യത്യാസപ്പെടുന്നതിന് കാരണം പെൺകുട്ടി മാത്രം ഉണ്ടാകുമ്പോൾ പെൺകുട്ടിയെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വമുള്ള ആളുകളായി അടുത്ത പുരുഷന്മാരായിട്ടുള്ള ബന്ധുക്കൾ ഉണ്ടാകും. ഉപ്പയുണ്ടെങ്കിൽ ഉപ്പയുണ്ടാകും, ഈ മരിച്ചയാളുടെ വാപ്പയുണ്ടെങ്കിൽ വാപ്പ ഉണ്ടാവും എന്നർത്ഥം. അതേസമയം ആൺകുട്ടി മാത്രമാണെങ്കിലോ ആൺകുട്ടി അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടവനെല്ലാം സ്വയം പര്യാപ്തരാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൊടുക്കില്ല. ആ ഉത്തരവാദിത്തങ്ങളുടെ ഫലമായി സ്വാഭാവികമായും അവർക്ക് അവകാശങ്ങളും വരും. അങ്ങനെയാണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളെല്ലാം തന്നെ. ഇത്ര മാനവികവും ഇത്ര സമ്പൂർണവും ഇത്ര കൃത്യവും കണിശവുമായ ഒരു അനന്തരാവകാശ സംഹിത നിങ്ങൾക്ക് ലോകത്ത് കാണാനേ കഴിയില്ല. പരിശോധിച്ചാലും പഠിച്ചാലും മനസ്സിലാകൂ. ഇങ്ങനെയാണ് ഖുർആനെതിരെയുള്ള ഏത് വിമർശനമെടുത്താലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള ഏത് വിമർശനമെടുത്താലും. അതുകൊണ്ട് ഈ അവസരത്തിൽ എൻ്റെ സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയും പരിശോധനാ വിധേയമാക്കുക എന്നാണ്. ഖുർആനും പ്രവാചകന്റെ ജീവിതചര്യയും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തമസ്കരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വ്യാപകമായി നടക്കുകയും പ്രവാചകനിൽ അധാർമികത ആരോപിക്കുകയും എല്ലാം ചെയ്യുന്നൊരു വർത്തമാനകാലക്രമത്തിൽ ഒരിക്കലും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൽ ഒരു ചെറിയ കളങ്കമെങ്കിലും ഇല്ല എന്ന് പച്ചയായി തുറന്നു പറയുക എന്ന ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്നത്. അതൊരു ദൗത്യപാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ നൽകിയ സർട്ടിഫിക്കറ്റാണ്, അത് അള്ളാഹു നൽകിയ സർട്ടിഫിക്കറ്റാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും പ്രവാചകനിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക, അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അവസാന നാൾ വരെയുള്ള ആളുകൾക്കുമുള്ള മാതൃകയാണ്. അതുകൊണ്ട് തന്നെ എത്ര തന്നെ ഏത് പത്രമാധ്യമങ്ങളും ഏത് വ്യക്തികളും എത്ര ബുദ്ധിജീവികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ തമസ്കരിക്കാൻ ശ്രമിച്ചാലും അതിലൊന്നും തന്നെ യാതൊരു രൂപത്തിലുമുള്ള കഴമ്പില്ല എന്ന് പ്രവാചകന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ തുറന്ന വേദിയിൽ ഉയർന്ന വെല്ലുവിളിയായി പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കാൻ ഒരുമ്പെടുന്നവരെ പ്രവാചകനെതിരെയുള്ള നിങ്ങളുടെ വിമർശനം തുറന്നവതരിപ്പിക്കുക. ആ വിമർശനം, അതിനുള്ള മറുപടി, ഇസ്ലാമിക ലോകത്തിന്റെ മറുപടി, പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള മറുപടി, അതുകൂടി നിങ്ങൾ കേൾക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ദിക്കപ്പെടേണ്ടയാളാണോ അതല്ല ബഹുമാനിക്കപ്പെടേണ്ടയാളാണോ എന്ന്. ഇങ്ങനെ തുറന്ന് പ്രവാചകന്റെ ജീവിതത്തെ തുറന്നു വെച്ചുകൊണ്ട് സമൂഹത്തോട് ആ രൂപത്തിൽ സംവദിക്കുവാൻ സാധിക്കുന്ന പൂർണ്ണമായും രേഖപ്പെടുത്തപ്പെട്ട ജീവിതചര്യയുള്ള ഒരേ ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
മറ്റൊരാളുടെയും ചരിത്ര കാലഘട്ടത്തിൽ ജീവിച്ച പൂർണ്ണമായി ജീവിതരേഖയുള്ള ഒരാളുടെയും ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ജീവിതത്തെ ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ ശിഷ്യന്മാർക്ക്, അവരുടെ ശിഷ്യന്മാർക്ക് പറയാൻ കഴിയില്ല, അനുയായികൾക്ക് പറയാൻ കഴിയില്ല, ഈ ജീവിതത്തിൽ ഒരു പുഴുക്കുത്തു പോലുമില്ല, ഒരു തിന്മ പോലുമില്ല, മാതൃകായോഗ്യമല്ലാത്ത ഒരു പ്രവർത്തനവുമില്ല എന്ന് പറയാൻ സാധ്യമല്ല. ഇവിടെ ഇതാ ഇസ്ലാമികമായ ഭൂമികയിൽ നിന്നുകൊണ്ട് നമുക്ക് ലോകത്തോട് പറയാനുള്ളത് അതാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്ന ആളുകൾ വസ്തുനിഷ്ഠമായി പ്രവാചകനെതിരെയുള്ള ആരോപണങ്ങൾ അവതരിപ്പിക്കട്ടെ. എന്നിട്ട് ഇസ്ലാമിക ലോകത്തിന് എന്ത് പറയാനുണ്ട് എന്നവർ കേൾക്കട്ടെ. എന്നിട്ട് തീരുമാനിക്കട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കപ്പെടേണ്ടവനാണോ അതല്ല അപഹസിക്കപ്പെടേണ്ടവനാണോ എന്ന്. അത് തയ്യാറാകാതെ അവിടെയും ഇവിടെയും വെച്ച് പ്രവാചകനെ തെറി പറയുന്നതിന്, പ്രവാചകനെ നിന്ദിക്കുന്നതിന്, അതല്ല ഒരു സമൂഹം ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആന്റെ സ്ഥിതിയും. ഞാനതുകൊണ്ടാണ് ഖുർആന്റെ വിഷയം പറഞ്ഞത് പരിശുദ്ധ ഖുർആനെതിരെ ഭൗതികവാദികളാണെങ്കിലും ആര് തന്നെയാണെങ്കിലും അവിടെ നിന്നും ഇവിടെ നിന്നും നടത്തുന്ന ആരോപണങ്ങളുണ്ടല്ലോ, ആ ആരോപണങ്ങൾ നമ്മൾ പരിശോധനാ വിധേയമാക്കിയാൽ, അടിത്തറകളിലേക്ക് കയറി ചെന്നാൽ മറുപടിയില്ല എന്ന് പറയുന്നത് ചോദിച്ചാലല്ല മറുപടി കൊടുക്കാൻ പറ്റുക. അപ്പോൾ ചോദിച്ചപ്പോൾ മറുപടി ഉണ്ടായി. മറുപടിയില്ല എന്ന് പറഞ്ഞ് അപഹസിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഖുർആൻ പഠന വിധേയമാക്കിയാൽ അത് ഖുർആൻ പറഞ്ഞതാണ് ശരിയെന്നും, ആരാണോ ഖുർആനിനെതിരിൽ ആരോപണം ഉന്നയിച്ചത് അവർക്കാണ് ഗണിതശാസ്ത്രപരമായ വിവരമില്ലാത്തത് എന്നും അവർക്കാണ് അടിത്തറയില്ലാത്തത് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പഠിക്കുക, പ്രവാചകന്റെ ജീവിതചര്യ ജീവിതത്തിൽ പകർത്തുക, അത് മറ്റുള്ളവർക്ക് എത്തിക്കുക. ഇവിടെ കൂടിയ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളല്ലാത്ത സുഹൃത്തുക്കളോട് പ്രധാനമായും പറയുവാനുള്ളത് ഇസ്ലാമിനെ, ഖുർആനിനെ നിങ്ങളൊന്ന് പഠന വിധേയമാക്കണമെന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ലോകക്രമത്തെക്കുറിച്ചെല്ലാം ഒരുപാട് ചർച്ചകൾ നടന്നു. തീർച്ചയായും ചർച്ചകൾ സ്വാഗതാർഹമാണ്. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് നമുക്കെല്ലാം മരണമെന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ നേരിടേണ്ടതുണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യമുണ്ട്. ആ മരണമെന്നുള്ള യാഥാർത്ഥ്യം അതെല്ലാ മതഗ്രന്ഥങ്ങളും അംഗീകരിക്കുന്നതാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതം എന്നുള്ള യാഥാർത്ഥ്യം, ആ ജീവിതത്തിലേക്ക്, ആ ജീവിതത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ അവിടെ നമുക്ക് നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ച നമ്മുടെ സ്രഷ്ടാവിൻ്റെ, അവൻ്റെ തൃപ്തിക്ക് പാത്രമായി കൊണ്ട് തിരിച്ചു ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിക്കണമെങ്കിൽ അവൻ തൃപ്തിപ്പെട്ട ജീവിത മാർഗം ഏതാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. അത് പരിശോധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലോകത്ത് പടച്ചവൻ്റേതാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഖുർആനിൻ്റെ 1/3 ഭാഗത്ത് നമ്മളോട് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളോട്, ഖുർആൻ വായിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത ആളുകളോട് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത് പരിശുദ്ധ ഖുർആനിൻ്റെ ആശയപ്രപഞ്ചത്തിലൂടെ ഒന്ന് കടന്നു പോവുക. നിങ്ങളുടെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് തിരസ്കരിക്കാം, സ്വീകരിക്കാനാകുന്നത് നിങ്ങൾക്കുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ പടച്ചവൻ്റേത് എന്ന കയ്യൊപ്പോടുകൂടി ലോകത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഗ്രന്ഥം, അത് വായിച്ചു നോക്കുവാൻ, അതിലെന്ത് പറയാനുണ്ട് എന്ന് പരിശോധിക്കുവാൻ ഒരല്പസമയം പോലും ചെലവഴിക്കാതെ പടച്ചവൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലേണ്ട അവസ്ഥയുണ്ടാകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ സ്വയം ആലോചിക്കണം. അതുകൊണ്ട് തന്നെ സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനുമല്ല, മറിച്ച് നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അറിയാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഹൃദയത്തിന് വിശാലതയുണ്ടാകും. അതോടൊപ്പം തന്നെ ഇവിടെ നിലനിൽക്കുന്ന, കേരളത്തിലെല്ലാം നിലനിൽക്കുന്ന സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും അന്തരീക്ഷം കെടാതെ, അത് തകരാതെ സൂക്ഷിക്കുവാൻ നമ്മളെല്ലാവരും സന്നദ്ധമാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിച്ചതായി നിങ്ങളെ അറിയിക്കുകയാണ്. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.